അധ്യായം 31 25 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീയും പുരോഹിതനായ എലെയാസറും സമൂഹത്തിലെ ഗോത്ര നേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിനു പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി രണ്ടായി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500-ന് 1 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിനു പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി പുരോഹിതനായ എലെയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50-ന് 1 വീതം എടുത്ത് കർത്താവിന്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ എലെയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ള മുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ്: 6,75,000 ആടുകൾ, 72,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത 30,000 സ്ത്രീകൾ. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 3,37,500 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവിന്റെ ഓഹരി 675. കാളകൾ 36,000. അതിൽ കർത്താവിന്റെ ഓഹരി 72. കഴുതകൾ 34,500. അതിൽ കർത്താവിന്റെ ഓഹരി 61. തടവുകാർ 16,000. അതിൽ കർത്താവിന്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടത്തേക്ക് കാഴ്ച സമർപ്പിക്കാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലെയാസറിന് കൊടുത്തു. യുദ്ധത്തിനു പോയവരുടെ ഓഹരിയിൽ പെടാതെ ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 3,37,500 ആടുകളും 36,000 കാളകളും 30,500 കഴുതകളും 16,000 തടവുകാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50-ന് 1 വീതം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവിടത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യസഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങൾ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി, ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു. മോശയും പുരോഹിതൻ എലെയാസറും അവരിൽ നിന്ന് സ്വർണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 16,750 ഷെക്കൽ ഉണ്ടായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ എടുത്തിരുന്നു. മോശയും പുരോഹിതനായ എലെയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിനൊരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ വചനം.